അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് നൈസി സാജു. ഞാൻ സെൻറ്റ് ആൻമീസ് ചർച്ച് അമ്പാട്ടുപാളയത്തിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ചൊരിഞ്ഞ വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ നിന്ന് വെഞ്ചരിച്ച വെള്ളം അച്ഛൻ വെഞ്ചരിച്ച വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. അപ്പോൾ എൻ്റെ മോൻ്റെ മുഖത്ത് മുഴുവൻ ഇങ്ങനെ നീര് പോലെ വന്നിട്ട് അത് മാറണുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് പനിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ മോനെ കഴുകണം. അവൻ്റെ മുഖത്ത് മുഴുവനും ഇങ്ങനെ തേച്ചു. വെഞ്ചരിച്ച വെള്ളം തേച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയുടെ തിരുരക്തം കൊണ്ട് അവനെ കഴുകണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ വിങ്ങി വന്നു. എന്നാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആ വെഞ്ചരിച്ചോളം ശക്തി അത് മാറ്റുമെന്ന്. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തന്നെ മാറുകയും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അത് മുഴുവനായിട്ട് മാറി. ഞങ്ങൾ അതിന് വേണ്ടിയുള്ള മരുന്നൊന്നും കൊടുത്തില്ല. പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീടിന് ചുറ്റും കുറേ മരങ്ങൾ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടായിരുന്നത് 4-5 വർഷമായിട്ട് ഒന്നും കായ്ക്കണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം, ഒരു സ്വർഗസ്നായ ഒരു നന്മയുടെ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതോടൊപ്പം പിന്നെ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈശോനോട് പറഞ്ഞു, ലൂക്ക 10:19 അച്ഛൻ ഇവിടെ നിന്ന് ഞങ്ങളിവിടെ ശുശ്രൂഷിക്കാനും അച്ഛൻ പറഞ്ഞായിരുന്നു, ലൂക്ക 10:19 വെച്ച് പ്രാർത്ഥിക്കണം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ഇത് ചവിട്ടി നടക്കാൻ അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും ഞങ്ങളെ ഉപദ്രവിക്കുകയില്ല. അത് വെച്ച് പ്രാർത്ഥിക്കുക. അതേപോലെ 33 ദിവസം 12 അപ്പോസ്തലന്മാരെ മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടറിയാം, 5 വർഷത്തിന് മുമ്പ് കായ്ച്ചാണ് 1-2 ചക്ക ഉണ്ടാവും, അതിനകത്ത് ഒരു ചോളം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നിറച്ചും എനിക്ക് തോന്നണ ഒരു 20 ചക്കയെങ്കിലും ഉണ്ടാവും. പിന്നെയും വളർന്നുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ വലിയ അനുഗ്രഹമാണ്. അത് നിറച്ചും ചക്കയുണ്ട്. അതേപോലെ തന്നെ മാവും ഇങ്ങനെ ഉണങ്ങിപ്പോയിരുന്നു, അതിനകത്ത് മുഴുവൻ 3 മാങ്ങയിലും നല്ലോണം പൂത്ത് നല്ല ഇതായിട്ട് ഇങ്ങനെ ഈശോയുടെ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഒപ്പം തലമുറയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയ മേഖലയിലേക്ക് പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥം തേടുന്നതല്ല. ലൂക്ക 10:19 അത് പാമ്പുകളുടെയും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും വചനമാണ്. ഹല്ലേലൂയ.